ഇപ്പോൾ ഒരു വിയോഗ വാർത്ത വരുന്നു. തൃശൂർ അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സൂരജ് സജി നൽകും വിശദാംശങ്ങൾ. സൂരജ്, അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തി ഒപ്പം ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ. ഉപതയുടെ അധ്യക്ഷനായി ചുമതല വഹിച്ചിരുന്ന ജേക്കബ് തൂങ്കുഴി അന്തരിച്ചത്. അദ്ദേഹം ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലും ഒപ്പം വിശ്രമത്തിലുമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 2:50 അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകളടക്കം തീരുമാനിക്കുന്നേ ഇപ്പോൾ സഭയുടെ ഉന്നത അധികാരികൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഇത് സംബന്ധിച്ച്, അതായത് ഈ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചെല്ലാം തന്നെ തീരുമാനമാകുകയുള്ളൂ. എന്തായാലും ഏറെക്കാലം തൃശൂർ അതിരൂപതയുടെ ചുമതല വഹിച്ച വ്യക്തിയാണ് ജേക്കബ് തൂങ്കുഴി. അതുകൊണ്ട് തന്നെ സഭാവിശ്വാസികളെ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം അത് ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ഏറെക്കാലമായി അദ്ദേഹം ഈ അസുഖബാധിതനായതിനെ തുടർന്നും അതോടൊപ്പം തന്നെ ഈ വിശ്രമ ജീവിതത്തിലും ഒക്കെ ആയിരുന്നു. എന്നാൽ പോലും സഭയുടെ വൈദികപരമായ ചടങ്ങുകളിലും അതോടൊപ്പം തന്നെ സഭാപരമായ ചടങ്ങുകളിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നതുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ അസുഖം ബാധിച്ച് തീരെ ഒരു അവസ്ഥയിലേക്ക് പോയത്. അതിനുശേഷം തീർത്തും വിശ്രമം എന്ന് പറയാവുന്ന നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 2:50 അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. ഗൂഗിൾ ശരി. തൃശൂർ അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്തയായ മാർ ജേക്കബ് തൂങ്കുഴി ദീർഘകാലം സഭയെ നയിച്ച വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് വരുന്നത്. 2:50 അദ്ദേഹത്തിൻ്റെ അന്ത്യം. മാനന്തവാടി, താമരശ്ശേരി രൂപതകളിലും ബിഷപ്പായി അദ്ദേഹം സഭയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വൈദിക വൃത്തിയിൽ ഭാഗമായിരുന്നു. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.